ഒരു കാര്യം ഇന്ന് പരസ്യമായല്ലോ, നേരെ BJP-യിലേക്ക് ചേർന്നല്ലോ. എന്താണ് അവസ്ഥ കോൺഗ്രസിന്റെ? ഇന്ന് ചേർന്നയാള് മാത്രമാണോ BJP-യിലേക്ക് പോകുന്നത്? BJP-യുടെ ചില പ്രധാന വക്താക്കൾ ചിരിച്ചുകൊണ്ട് പറയാണല്ലോ, ഞങ്ങളുമായി പലരും വിലപേശലാണോ പറഞ്ഞതെന്നറിയില്ല, ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണല്ലോ. വിലപേശലാണ്. വിലയുറപ്പിച്ചവരുണ്ട്, കൃത്യമായി വിലയുറപ്പിച്ച് നിൽക്കുകയാണ്. പറ്റിയ സമയത്ത് മാറാമെന്ന വാഗ്ദത്തമുണ്ട്. വേണ്ടി വന്നാൽ ഞാൻ BJP-യിലേക്ക് പോകും, നിങ്ങളെ ആരുടെയും ഷീട്ട് വേണ്ട എന്ന് പറഞ്ഞത് ആരായിരുന്നു? മറന്നുപോയോ? പരസ്യമായല്ലേ നല്ല ഹുങ്കോടെ പറഞ്ഞത്. എത്ര മഹത്വത്തോടെയായിരുന്നു RSS-ന് സംരക്ഷണം ഒരുക്കിയതിന്റെ അവകാശവാദം. അത് വെറും അവകാശവാദത്തിലും വീരസ്യം പറച്ചിലും മാത്രം നിൽക്കുന്നതാണെന്നാണോ ധരിക്കുന്നത്? എന്തെല്ലാം അണിയറക്കുള്ളിൽ നടക്കുന്നുണ്ടാവും. നമ്മുടെ രാജ്യത്തെ 11 മുൻ മുഖ്യമന്ത്രിമാര് എവിടെയായിപ്പോ? കോൺഗ്രസിന്റെ 11 മുൻ മുഖ്യമന്ത്രിമാര് BJP-യുടെ നിരയിലാണ്. അശോക് ചവാൻ, അമരീന്ദർ സിംഗ്, ദിഗംബർ കാമത്ത്, SM കൃഷ്ണ, വിജയ് ബഹുഗുണ, കിരൺ കുമാർ റെഡ്ഡി, ND തിവാരി, ജഗദംബിക പാൽ, പ്രേമഖണ്ഡു, നാരായൺ റാണെ, ഗിർധർ ഗമാൽ. 11. ഇനി എത്ര? ആർക്കും പറയാനാവില്ല. BJP 2 കൈയും നീട്ടി നിൽക്കുകയാണ്, എല്ലാ രീതിയിലും സ്വീകരിക്കുകയാണ്. ആവശ്യത്തിന് പണം, സ്ഥാനം വേണ്ടവർക്ക് സ്ഥാനം. എല്ലിന് കഷ്ടപ്പെട്ട് കൊടുത്താൽ ഓടുന്ന ചില ജീവികളില്ലേ, ആ സൈസ് പിന്നാലെ ഓടുന്ന ഒരു രീതി കോൺഗ്രസിന്റെ ഭാഗത്ത്. 2022 മാർച്ച് വരെ, 2013 മുതൽ ഒരു പതിറ്റാണ്ട് കാലം 500ഓളം മുതിർന്ന കോൺഗ്രസ്സുകാരാണ് പാർട്ടി വിട്ടത്. ഇതാണ് കോൺഗ്രസിന്റെ അവസ്ഥ. കോൺഗ്രസ് ജയിച്ചാൽ കോൺഗ്രസ്സായി നിൽക്കുമോ? ആർക്കെങ്കിലും അങ്ങനെ ഒരു ഗ്യാരണ്ടി പരസ്യമായി പറയാൻ പറ്റുമോ? ഓർമ്മയില്ലേ നമുക്ക് ഗോവയുടെ കാര്യം? 8 കോൺഗ്രസ് MLA-മാരാണ് ഒറ്റ രാത്രി കൊണ്ട് കൂറുമാറിയത്. നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്ന ഒരു വിഭാഗമായി ഈ കോൺഗ്രസ് മാറുന്നു എന്നാണ് അന്ന് കണ്ടത്. ഹിമാചലില് രാത്രി ഒന്നിച്ച് ഭക്ഷണം കഴിച്ചവര്, രാവിലെ ഒന്നിച്ച് പ്രഭാത ഭക്ഷണം കഴിച്ചവര്, ഇവരാണ് കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോ മറിച്ച് വോട്ട് ചെയ്യുന്നത്. ഇതാണ് കോൺഗ്രസ് പാർട്ടി. അവിടെ BJP-യെ ജയിപ്പിച്ചു. ഇതല്ലേ അവസ്ഥ? അപ്പോ എങ്ങനെയാണ് ഒരു കോൺഗ്രസ്സുകാരനെ ഇയാൾ കോൺഗ്രസ് ആണല്ലോ എന്ന് വിശ്വസിച്ചുകൊണ്ട് വിജയിപ്പിക്കുക? ഇന്നത്തെ കോൺഗ്രസ് നാളെ കോൺഗ്രസ് ആയിരിക്കുമെന്നതിന് എന്താണ് ഉറപ്പ്? നാളെ BJP ആകില്ല എന്നതിന് ഉറപ്പെന്ത്? കേരളത്തിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ ഓരോ മക്കൾ ഇതല്ലേ? BJP-ക്ക് ദാനം നൽകാനായിട്ട് പോറ്റി വളർത്തുകയായിരുന്നോ? ഏത് കോൺഗ്രസ്സുകാരൻ, ഏത് കോൺഗ്രസ്സുകാരി എപ്പോൾ BJP-യിലേക്ക് പോകും എന്നത് ആർക്കും പറയാത്ത അവസ്ഥ. ഇവിടുത്തെ BJP-യുടെ സ്ഥാനാർത്ഥിയുടെ പേരെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നോക്കേണ്ടത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് ധർമ്മടത്ത് അദ്ദേഹം മത്സരിച്ചതാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട്. വർഷമധികമായില്ലല്ലോ. അത് കഴിഞ്ഞ് ഇത്രയും വർഷമാകുമ്പോഴേക്ക് 2.5 വർഷമാണല്ലോ കഴിഞ്ഞത് പിന്നിട്ടത്. അപ്പോഴേക്ക് അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് BJP സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്നതാണ്.